ആദ്യമേ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ചൂസുക്കുള്ള അത്രേ ഉള്ളൂ. തോന്നുന്നത് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. എനിക്കിപ്പം 35th വീക്ക് ആയിട്ടുണ്ട്, 35 വീക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ലേറ്റ് ആണ് ബാക്ക് ആക്കിയത്. ഞാൻ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് വാങ്ങിയതും വെച്ചത് തുടങ്ങിയതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. അപ്പം ഞാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഇവിടുന്ന് 5 minutes ദൂരെ ഹോസ്പിറ്റലിലേക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം എടുക്കാം, വേറെ ബാക്കി കാര്യങ്ങൾ പിന്നെ വേണമെങ്കിൽ എടുക്കാവുന്ന ദൂരമായതുകൊണ്ട് തന്നെ അതിവിടെ പാക്ക് ചെയ്ത് വെക്കാം. ആർക്കായാലും വന്നിട്ട് ആവശ്യം വരുമ്പോൾ വന്ന് എടുക്കാവുന്ന രീതിയിൽ പാക്ക് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു എനിക്ക് വേണ്ടതും ബേബിക്ക് വേണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഞാനിപ്പോൾ പാക്ക് ചെയ്യുന്നില്ല. പാക്ക് ചെയ്യും, മീൻസ് 2 പാക്കായിട്ട് ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൊണ്ടുപോകുന്ന സാധനങ്ങൾ വേറെ, എല്ലാത്തിനെയും ഇപ്പം 2 പാക്കൊക്കെ വാങ്ങിയതാണ്, ഒരു പാക്ക് മാത്രം എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രമല്ലേ പിന്നെ നമ്മളെ കൊണ്ടുപോകേണ്ടത്. വെറുതെ കുറേ സാധനങ്ങൾ എടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി. നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ബേബീൻ്റെ ഓരോ സാധനങ്ങളായിട്ട് ഇതിനകത്ത് വെക്കാം. ഓരോ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്തൊക്കെയാണ് ബേബിക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം വലിയ സാധനങ്ങളൊക്കെ ഫസ്റ്റ് വെക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് ഇതാണ്. ഇത് ബേബി ഹഗിൻ്റെ ഡയപ്പറാണ്. ഇതിൻ്റെ അകത്ത് ഇത് ടേപ്പ് ചെയ്യുന്ന ഡയപ്പറാണ്. അതായത് പാൻസ് ഫസ്റ്റ് തന്നെ കുഞ്ഞു ബേബീസിന് പാൻസ് ഇതിനേക്കാളുള്ളത് ടേപ്പ് ചെയ്യുന്ന ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ എനിക്കില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഡയപ്പറാണ്, ന്യൂബോൺ സൈസിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ബേബി ഹഗിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വാങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ബേബി ഹഗിൻ്റെയാണ്. ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് നടത്തിയപ്പം ആ ഒരു ബ്രാൻഡ് ഞാൻ കുറേ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം അതിൻ്റെ തന്നെ വാങ്ങാം. കുറേ സാധനങ്ങൾ ബേബി ഹാഗ് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഡയപ്പർ ചെറിയൊരു 22 ഡയപ്പേഴ്സ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വലിയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് തന്നെ ഇതിപ്പം പറ്റുമോ എങ്ങനെയാ ഒന്നും അറിയാത്തതുകൊണ്ട് ചെറിയൊരു പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. തൽക്കാലം ഇത്ര മതി, പിന്നെ നമുക്ക് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ ഡയപ്പേഴ്സ് ഒക്കെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ന്യൂബോൺ സൈസിലാണ്. നമുക്ക് ഇതൊക്കെ എങ്ങനെ നല്ലത് എന്നുള്ള റിവ്യൂ ഒന്നും എനിക്ക് പറയാനറിയില്ല, കാരണം ആവില്ല, കാരണം ഞാൻ ഇവരെ യൂസ് ചെയ്തിട്ടില്ല, അറിയില്ല. ഈ ബ്രാൻഡ് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാനിത് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് വെക്കാം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ബേബി ഹഗിൻ്റെ തന്നെ വെറ്റ് വൈപ്സ് ആണ്. ഇത് ഞാൻ 99% വാട്ടർ വൈപ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് വാട്ടർ വൈപ്സ് തന്നെ വാങ്ങണമെന്ന്. ഇതിൽ 99% വാട്ടർ വൈപ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നിൽ 72 വൈപ്സ് വരുന്നുണ്ട്. അങ്ങനെ 2 എടുത്തില്ല. ഞാൻ ഒന്നേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഇത് ഞാൻ ഊരി വെക്കും, ഊരി വെച്ചിട്ടില്ല. ഇത് കോംബോ ആയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈഡ് ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈഡ് ആപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഈ ഓഫർ ഞാൻ ഷോപ്പിൽ കണ്ടിട്ടില്ല. ആപ്പിൽ മാത്രമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ്. ഇത് വൈറ്റ് കളർ ഡ്രസ്സാണ്. വൈറ്റ് പിന്നെ ഫ്രണ്ടിൽ ബട്ടൺ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ന്യൂബോൺ സൈസ് അല്ല. ന്യൂബോൺ സൈസ് വെച്ച് ന്യൂബോൺ യൂസ് ചെയ്യാൻ പറ്റും. 0 to 3 months എന്നാണ് ഉള്ളത്. ഇതിൽ ന്യൂബോൺ കാണുന്നത്. ഇങ്ങനത്തെ സൈസ് ആയിരുന്നു ഇത് വേണ്ടത്, പക്ഷെ കുഴപ്പമില്ല. വൈറ്റ് ആണ്, വൈറ്റ് എടുത്തതാണ്. ഇതിന് വൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബട്ടൺ ഉള്ള വൈറ്റ് എടുത്തത്. ഇതൊരു 5 പീസ് വരുന്നതാണ്. ഇതും ബേബി ഹഗിൻ്റെയാണ്. 5 പീസ് വരുന്നൊരു സെറ്റാണ്. അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
ഇത് കെട്ടുടുപ്പാണ്, ബാക്കിൽ കെട്ടുന്ന ടൈപ്പിലുള്ള ഡ്രസ്സാണ് വരുന്നത്. ഇതും ഒരു 5 പീസുള്ള സെറ്റാണ്, ബേബി ഹഗിന്റെ തന്നെയാണ്. ഇത് ന്യൂ ബോൺ സൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ ബേബി ഹഗിന്റെ തന്നെ ഒരു ലിക്വിഡ് ഉണ്ട്, കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു ഡിറ്റർജന്റ് ഉണ്ട്, അതിൽ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നില്ലായിരുന്നു, ഞാനെല്ലാം വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇത്രയാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത്. 2 5 ഡ്രസ്സ് വരുന്ന ഒരു സെറ്റും 2 സെറ്റ്. ഇത്രയും ഇപ്പൊ തൽക്കാലത്തേക്ക് ആവശ്യമുള്ളൂ. വൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് വൈറ്റ് എടുത്തു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കെട്ടെടുപ്പായതുകൊണ്ട് ബട്ടൺസ് ഒന്നും അല്ലല്ലോ. പിന്നെ ഇത് വരുന്നത്, ഇത് ഞാൻ പുറത്ത് ഷോപ്പിൽ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയതാണ്. ഇത് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ന്യൂ ബോൺ ബേബീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടവൽ ടവൽസില്ലേ, അത് ഞാൻ ഒരു 2 എണ്ണം വാഷ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കോട്ടൺ നാപ്പീസ് ആണ് വരുന്നത്. ഇതിനെ കൊണ്ട് യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയാം. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതൊരു 10 പീസ് വരുന്ന ഒരു സെറ്റാണ്. ഇതിനെ കൊണ്ട് എത്രത്തോളം യൂസ് ഉണ്ടാവുന്ന കാര്യം എനിക്ക് തീരെ അറിയില്ല. കാരണം ഇത് ഒരു സൂസുക്കുള്ള അത്രയേ ഉള്ളൂ, ചെറിയ ഒരു സിംഗിൾ ലെയറാണ്. അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആകുമെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുട്ടീനെ നമ്മൾ കാണിച്ചിരുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഒരു ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒരു സെറ്റാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ലൈറ്റ് ഒരു ഗ്രീൻ അങ്ങനത്തെ ഒരു കളറാണ്. ഇത് ഗ്രീൻ ആണെന്ന് മനസ്സിലാവുന്നില്ല, 4 കളറാണ്. വൈറ്റ് പോലെ തന്നെ തോന്നും. ഹോസ്പിറ്റലിൽ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്നും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കുഞ്ഞു ടവൽസ് ആണ്. ബേബിയുടെ ഫേസ് ഒക്കെ മെലിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫേസും ലിപ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് 6 പീസ് വരുന്ന ഒരു സെറ്റ്, കോംബോ സെറ്റ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം നല്ല, ഇത് ബേബി ഹഗിന്റെ തന്നെയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലുള്ള ചെറിയ ടവൽ, കുഞ്ഞു ടവൽസ് ആണ്. ബേബിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും വാങ്ങിയിട്ടുണ്ട് ബേബിക്ക്. പിന്നെ മെയിൻ ഐറ്റം 2 ഡ്രൈ ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. സ്മോൾ സൈസിലുള്ള ഡ്രൈ ഷീറ്റ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് സ്മോൾ, മീഡിയം, ലാർജ് ഒക്കെ സൈസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഈ ബേബി ബെഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ സ്മോൾ സൈസിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തിട്ടാൽ, ഇത് വാഷബിൾ ആണ് ഈ ഡ്രൈ ഷീറ്റ്സ്. വാഷ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെ ബെഡിലൊക്കെ കിടത്താനാവുമ്പോഴേക്കല്ലേ ലാർജൊക്കെ ആവശ്യമുള്ളൂ. ഇപ്പോൾ തൽക്കാലം സ്മോൾ സൈസ് ഉരുണ്ട് കളിക്കാൻ ആവുമ്പോഴേക്കല്ലേ ലാർജിൻ്റെ ആവശ്യം വരുള്ളൂ. അവിടെ ഞാൻ സ്മോൾ സൈസ് 2 എണ്ണം വാങ്ങി. ഇത് രണ്ടും ബേബി ഹഗിന്റെ തന്നെയാണ്. ബെഡ് പ്രൊട്ടക്ടർ, ബേബി ഹഗ്, ഒരു ബ്ലൂ ഒരു പിങ്ക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ആവശ്യം വരും. ഞാൻ പക്ഷെ ഒന്നേ മിക്കവാറും ഹോസ്പിറ്റലിലേക്ക് എടുക്കുള്ളൂ. കാരണം അത് ഹോസ്പിറ്റലിൽ തന്നെ വാഷ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതാണെങ്കിൽ അത് വീട്ടിലേക്ക് എടുത്ത് അടുത്തത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളെ ആക്കും. പിന്നെ ഇത് 2 റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നായിരുന്നു പറയാം, കോട്ടൺ റാപ്പർ. യെസ്, നല്ല മെറ്റീരിയൽ ഉള്ളതാണ്. ഇതും ബേബി ഹഗിന്റെ തന്നെയാണ്. 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ. നല്ല പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് രണ്ടും. ബ്ലൂ ആണ് കൂടുതൽ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് അവർ കവർ ചെയ്ത് തന്നാൽ റാപ്പ് ചെയ്ത് തരുമെങ്കിലും നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടാണ് നമ്മുടെ ബെഡിലേക്ക് കിടക്കും. അതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറേ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് അമ്മ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറേ പീസസ് ഉണ്ട്. ഇതെന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ട മെയിൻ ഐറ്റം ആണ്. കുറേ വൈറ്റ് ക്ലോത്ത്സ് ആണ്. ഇത് എന്തായാലും ഞാൻ കൊണ്ടുപോകും. കാരണം ഇത് എത്ര എണ്ണം ഉണ്ടോ അത്രയും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്, വാഷ് ചെയ്ത് അയേൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ചെറിയ ചെറിയ സൈസിലാണ്. പിന്നെ വലിയ സൈസിൽ 2 എണ്ണം അടിയിലുണ്ട്. ബാക്കിയുള്ള ചെറിയ സൈസിലാണ് ഉള്ളത്. അതെടുക്കും. പിന്നെ ഞാൻ സെബാമെഡിൻ്റെ ഒരു സോപ്പ് എടുക്കുന്നുണ്ട്. സോപ്പിൻ്റെ ആവശ്യം ഹോസ്പിറ്റലിൽ വരില്ല. അപ്പം ഈ സോപ്പ് ഞാൻ എടുക്കില്ല. ഒരു ചെറിയ സോപ്പ് ഞാൻ എടുക്കും. ഇത് വലിയ സൈസാണ്. ഞാൻ വാങ്ങിയത് വലിയ സൈസായി പോയി. ചെറിയ സൈസിലുള്ളൊരു, ഇത് ഹിമാലയൻ്റെ ചെറിയ സൈസിലുള്ള സോപ്പ് ഹോസ്പിറ്റലിൽ എനിക്ക് ആവശ്യം വരുവാണെങ്കിൽ ചെറിയ സൈസിലുള്ളത് മതിയാവും. ബാഗിൽ വലിയ എടുത്തിട്ട് കൊണ്ടാണ് ഞാൻ വാങ്ങി വെച്ചേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോകില്ല. ഓക്കെ, ഇത് ഞാൻ കൊണ്ടുപോകും. ഇത് ഞാൻ കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇതിന്റെ ഹിമാലയയുടെ ചെറിയൊരു വൈബ്സ് ഉണ്ട്. ഞാൻ ബേബി ഹഗിന്റെ വൈബ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യം വരത്തില്ല. എന്നാലും ഞാൻ വേറൊരു ബാഗ് എടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഇത് വെക്കും. ബേബിക്ക് അല്ലെങ്കിലും ഇതിപ്പം 99% വാട്ടർ വൈബ്സ് ഒന്നും അല്ല. എന്തായാലും ഞാൻ വേറൊരു ബാഗ് എടുക്കുന്നതിൽ ഇടാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെക്കും. ഇതൊരു ആഷ് ക്രീമാണ്. ഇതിനെക്കുറിച്ച് കൊണ്ടുള്ള യൂസ് എനിക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. എല്ലാവരും ആവശ്യം വരുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാനിത് ഹാൻഡ് ബാഗിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പൗഡർ, ലോഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ഓയിൽ ഹോസ്പിറ്റലിൽ എന്തായാലും ആവശ്യം വരില്ല.
ഹിമാലയയുടെ ബേബി പൗഡറാണ്. ഇതും ഒന്നും എന്തായാലും ഹോസ്പിറ്റലിൽ യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളെല്ലാം അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇത് ഷാംപൂ, ഇത് മസാജ് ഓയിൽ, ഇത് ബേബി ലോഷൻ. ഇതൊക്കെ ഞാൻ ഒരു കോംബോ ആയിട്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിത് യൂസ്ഫുൾ ആണെന്ന് പറയുന്നില്ല. ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ പൗഡറിന്റെ ആവശ്യം ബേബീസിന് ആവശ്യം വരുന്നില്ല. പൗഡറൊന്നും നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. ഞാനിത് ആ കോംബോയിൽ വാങ്ങിയേ ഉള്ളൂ. പിന്നെ ഉള്ള കാലത്ത് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2 സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇനി ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഞാൻ തൽക്കാലം സൈഡിൽ കൊടുക്കുവാണ്. ഇനി ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഒരു മെയിൻ ഐറ്റം ആണ് ഇത് സ്ലീപ്പിംഗ് ബാഗ് ആണ്. ഇതും ബേബി ഹഗിന്റെ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് സാധനം. എന്റെ ഡ്രസ്സിന് മാച്ച്. ഇതാണ് സാധനം. ഇത് നല്ല മെറ്റീരിയൽ ആണ്. ഞാൻ ഫസ്റ്റ് ഒരു അബദ്ധം പറ്റി. ഞാനൊന്ന് ഓൺലൈനിൽ പരീക്ഷിച്ച് നോക്കി, എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് വാങ്ങി നോക്കി. ഭയങ്കര മോശം പ്രൊഡക്റ്റാണ് ഇതിന്റെ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. കുട്ടികളെ ചൂടെടുക്കില്ല ഇതിലൊക്കെ കടന്നാൽ. ഇതാകുമ്പോൾ നല്ല മെറ്റീരിയൽ, നല്ലൊരു കോട്ടൺ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. തൊടുമ്പോൾ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യാം. പിന്നെ എങ്ങനെയായിട്ട് ബേബീസ് കിടക്കുക. അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തു. ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങുന്നത് വെച്ചു. ഇത് ബേബി ഹഗിന്റെ ആണ്. എല്ലാ സാധനം പറഞ്ഞ പോലെ തന്നെ ബേബി ഹഗ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത് ഞങ്ങൾ പോയിട്ട് വാങ്ങിയതാണ്. നല്ലൊരു അടിപൊളി സാധനമാണ്. എന്തായാലും യൂസ്ഫുൾ ആകും നമുക്ക് കുട്ടിയെ കിടത്താനൊക്കെ. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു നെറ്റ് ബെഡ് ആണ്. ഇതാണ് സാധനം, നെറ്റ് ബെഡ് ആണ്. ഇതിനൊരു പില്ലോ ഒക്കെ ഉണ്ട്. ഇതിൽ നടുക്ക് സിബിളുള്ളതാണ് ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഭയങ്കര മോശം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ട് നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഇതിന്റെ നെറ്റ് സിബിൾ അതല്ല. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് സാധനം. നല്ലൊരു അടിപൊളി സാധനമാണ്. ഇത് എന്തായാലും യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ ഇത് എന്തായാലും ഹോസ്പിറ്റലിൽ എടുക്കുക. ഈ ബാഗ്, സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കും. പക്ഷെ ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നെറ്റിന്റെ ആവശ്യം അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊതുകൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉണ്ടാവില്ല. അപ്പം പിന്നെ നമ്മളിത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാം. അതുവരെ ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല. അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ബെഡ് ആവശ്യമുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ലൈവ് കിടത്താവുന്നതേ ഉള്ളൂ. നെറ്റിന്റെ ആവശ്യം അവിടെ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആവശ്യം വരുമ്പോൾ ആള് വന്നെടുക്കാൻ പാകത്തിന് ഞാൻ ഇവിടെ എടുത്തു വെക്കും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഇതും ബേബി ഹഗ്. ഇതിന്റെ മേലെ വേറൊന്നും കാണുന്നില്ല. ആണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് പ്രൈസ് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ് ഫസ്റ്റ് പ്രൈന്ന്. അപ്പം ഇതൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് ബേബിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്കിനി എനിക്ക് വേണ്ട സാധനങ്ങളിലേക്ക് പോകാം. എനിക്ക് വേണ്ട സാധനങ്ങളിൽ മെയിൻ സാധനം ഈ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ്. ഇത് എൻ്റെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുള്ള റെക്കോർഡ്സ് ആണ്. മുന്നേ ഉള്ള കുറച്ച് സ്കാനിങ്ങിൻ്റെ ഒക്കെ റെക്കോർഡ്സ് ആണ്. ഇപ്പോഴത്തെ അല്ല. ഇത് എപ്പോഴും ഞാനിങ്ങനെ കരുതണം എന്നുള്ളതുകൊണ്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ആവശ്യമുള്ള റെക്കോർഡ്സ് എൻ്റെ ഹാൻഡ് ബാഗിലാണ് ഉള്ളത്. ഞാൻ ഇപ്പോഴും ഇനിയും നെക്സ്റ്റ് മൺഡേ പോകണം. അപ്പം ആവശ്യമുള്ളതുകൊണ്ട് അതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ അത്യാവശ്യമുള്ള കുറച്ച് സാധനം, എൻ്റെ വാലറ്റ്, എൻ്റെ ID പ്രൂഫ്സ് ഒക്കെ അതിലുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്താണ് ഉള്ളത്. അതെന്തായാലും നമ്മൾ പോകുമ്പോൾ എടുക്കുമല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എടുക്കേണ്ടതാണ് സാധനമാണ്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഓൺലൈനും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ തിരിച്ചു വിടാൻ വേണ്ടി വിചാരിച്ചെടുക്കുന്ന ഒരു ഡ്രസ്സാണ്. തിരിച്ചു വിടാൻ ഡ്രസ്സൊക്കെ മാറ്റി വരാനുള്ള ദൂരമൊന്നും ഇല്ല. അവിടെ നിന്ന് കയറി ഇവിടെ ഇറങ്ങാനേ ഉള്ളൂ. അത്രേ ദൂരമുള്ളൂ. എന്നാലും ഞാനിത് അതിനുവേണ്ടി കരുതുന്നുണ്ട് ഒരു ഡ്രസ്സ്.
ഇതായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഒരു അണ്ടർസ്കർട്ടാണ്. ഇതിന്റെ ആവശ്യം വരുമെന്ന് എനിക്കറിയാം. ഞാൻ കുറെ വീഡിയോസ് കണ്ടുകൊണ്ട് അമ്മ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയില്ല, വെറുതെ എടുത്ത് വെച്ചു. ഇതൊരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്ക് നൈറ്റി കിട്ടിയില്ല. ഷോപ്പിൽ പോയിട്ട് നൈറ്റിക്ക് ചോദിച്ചപ്പോൾ അവർ ടോപ്പ് എടുത്ത് തന്നു. പിന്നെ ഫുൾ ഓപ്പൺ ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഡിന്നേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ലേബർ റൂമിൽ ഉള്ളിൽ നിന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് ഞാനിത് അമ്മയുടെ കയ്യിലാണ് കൊടുക്കും. ഈ ബാഗിൽ പാക്ക് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഇതൊക്കെ കുറച്ച് ഫീഡിങ് ഡ്രസ്സാണ്. ഇതൊക്കെ ഏട്ടൻ വാങ്ങിയിട്ട് തന്നതാണ്. എവിടെ നിന്ന്? ഓൺലൈനാണ്, ഇൻസ്റ്റ അങ്ങനെയാണത്തെ ഓർഡർ ചെയ്തതാണ്. ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഏട്ടൻ ഓർഡർ ചെയ്തു, ഇവിടെ എത്തി. ഏട്ടൻ്റെ ഫ്രണ്ട് ത്രൂ അങ്ങനെ എന്തോ ആണ്, പക്ഷെ സാധനം അടിപൊളിയാണ്. എണ്ണ നന്നാണ്. ഇതൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ ആണ്. ഫീഡിങ് 2 സൈഡ് സിപ്പൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ്. ഫീഡിങ് ഫ്രോക്കും ഒരു കഫ്താൻ മാക്സിയും ആണ് വരുന്നത്. യൂസ്ഫുൾ ആണ് എന്തായാലും. ഇതിപ്പോൾ ഫുൾ എടുക്കേണ്ടി വരില്ല. ഞാൻ ഫുൾ എടുക്കില്ല, കാരണം എത്ര ദിവസം ഒരു 2 days നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ടു. പിന്നെ ഒരു 2 ഡ്രസ്സ് എക്സ്ട്രാ എടുത്താൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി 2 ഞാൻ ഇവിടെ പുറത്ത് വെക്കും. അത് ആരെങ്കിലും വേണമെങ്കിൽ അന്നേരം വന്നെടുത്തോട്ടെ, കാരണം എനിക്ക് ഫുൾ എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ അതുണ്ട്. പിന്നെ വരുന്നത് ഞാൻ പാഡ് എന്ന് വെച്ചാൽ ഇത് ഒരു മെറ്റേണിറ്റി പാഡാണ്. ഇതിന്റെ ആവശ്യമൊക്കെ വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ കുറേ വീഡിയോസിൽ എല്ലാവരും മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഏറ്റവും സ്മോൾ പീസ് 5 പീസിലൊരു പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ യൂസ് അറിയില്ല. പിന്നെ ഒരു ഡബിൾ എക്സൽ സൈസുള്ള ഒരു നോർമൽ പാഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഡബിൾ എക്സൽ സൈസ്. ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എക്സൽ സൈസും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് എനിക്ക് കംഫർട്ടബിൾ ചെയ്തായിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ യൂസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ എടുക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും. ഏതാണ് കംഫർട്ടബിൾ അപ്പം മാറ്റി ഇടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഒരു കോമ്പ്, ഇതൊക്കെയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ബാഗിലാണ് വെക്കാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് എടുക്കാൻ ഞാൻ വേറൊരു ബാക്ക് പാക്ക് എടുക്കുന്നുണ്ട്, അതിലായിരിക്കും ഞാൻ വെക്കുക. പിന്നെ ഇത് എൻ്റെ അണ്ടർഗാർമെന്റ്സ് ആണ്. ഇതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആയിട്ടില്ലല്ലോ ഇതൊന്നും ഹാൻഡിൽ ചെയ്യുക, എടുത്തിരുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും റൂമിൽ താമസിക്കുന്ന സമയത്തും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബാത്ത് ടവലാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അതെന്തായാലും ആവശ്യം വരുമല്ലോ. പിന്നെ ഒരു സെറ്റ് സോക്സ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത പുതിയ സോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് യൂസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് സോക്സ് ഇട്ട് കിടക്കാൻ ഇഷ്ടമാണ്. തണുപ്പ് വല്ലതുകൊണ്ടെങ്കിലും. പിന്നെ ഞാൻ ഹാൻഡ് കർച്ചീഫ്സ് ആണ്. ഇതെന്റെ മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് ബാഗ് ആണ്. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച്, അത്യാവശ്യമല്ല, ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. കുഞ്ഞ് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐലൈനർ, കാജൽ, കുഞ്ഞു പൊട്ടാണ്. ഇതൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എവിടെ പോകുമ്പോൾ ഈ ഒരു കുഞ്ഞു ബാഗ് എടുത്തിട്ടാണ് പോകുക. അതുകൊണ്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതെടുത്തിട്ട് പോകും, അത്രേ ഉള്ളൂ. ഇതെടുക്കും. പിന്നെ ഇത് 2 എൻ്റെ ഹോട്ട് ബാഗ്സ് ആണ്. ഇതിൽ ഏതാണ് എനിക്ക് എടുക്കാൻ തോന്നുന്നത് അത് ഞാൻ കൊണ്ടുപോകും, കാരണം പറയാൻ പറ്റില്ല, എനിക്ക് നടുവേദനയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അതെടുക്കും. പിന്നെ ചാർജർ, ഇയർഫോൺസ്, ഇതൊക്കെ എന്തായാലും നമ്മൾ എടുക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിനകത്താണ് വെക്കുക, ഇപ്പോഴും എടുക്കില്ല. പിന്നെ ഫോൺ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും എടുക്കും. പിന്നെ ഞാൻ ഇത് എക്സ്ട്രാ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കുറച്ച് കവേഴ്സ്, പ്ലാസ്റ്റിക് കവേഴ്സ് നമ്മൾ യൂസ് ചെയ്തിടാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് എടുക്കും. പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, കുറച്ച് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് എടുക്കും. എന്തെങ്കിലും കവർ വേസ്റ്റ് ഒക്കെ പൊതിഞ്ഞിട്ട് വേസ്റ്റ് ബിന്നിടാനും അങ്ങനെയൊക്കെ കുറേ യൂസ്ഫുൾ ആകും ന്യൂസ് പേപ്പേഴ്സ് എടുക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ വെക്കും. ഇതിലിപ്പോൾ ഞാൻ വെച്ച എല്ലാ സാധനവും കൊണ്ടുപോയി ഞാൻ പറ്റിയാൽ പറഞ്ഞിട്ട് ഞാൻ വേറെ പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വെക്കും. അതുകൊണ്ട് ഇത്ര ഇങ്ങനെ നിറച്ചുണ്ടാവില്ല. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ എടുക്കും. പിന്നെ എനിക്ക് എടുത്ത് വെക്കാനുള്ളത് എൻ്റെ മെഡിസിൻ ആണ്. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെയാണ് അത്. പിന്നെ ഇതൊക്കെ തന്നെ, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കുക. പിന്നെ അമ്മേൻ്റെ ബാഗ് അമ്മ സെപ്പറേറ്റ് പാക്ക് ചെയ്യും. അമ്മ പാക്ക് ചെയ്ത് വെച്ചു. അമ്മ ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പം പിന്നെ അമ്മ എടുക്കുക ഫ്ലാസ്കൊക്കെ നമുക്ക് വെള്ളം ചൂടുവെള്ളമൊക്കെ വേണമെങ്കിൽ ഫ്ലാസ്കൊക്കെ എന്തായാലും എടുക്കേണ്ടതാണ്. അപ്പം അതൊക്കെ അമ്മ എടുക്കും, അതൊക്കെ അമ്മയുടെ സൈഡാണ്, അമ്മ എന്തായാലും എടുത്തു വെക്കും. പിന്നെ അടുത്തായതുകൊണ്ട് ആവശ്യം പെട്ടെന്ന് ഓടുമ്പോൾ എടുക്കേണ്ട സാധനമൊന്നുമല്ലല്ലോ, വന്നെടുക്കുക, ആവശ്യം റൂമിൽ ആകുമ്പോഴത്തേക്ക് എന്ത് വേണം അപ്പോഴത്തേക്ക് എടുത്താൽ മതിയല്ലോ, തിരക്ക് പിടിച്ചെല്ലാം കൊണ്ട് പോകണ്ടല്ലോ ബസ്സിൽ തന്നെ. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലുള്ള ഐറ്റംസ്. യൂസ്ഫുൾ ആകുന്ന സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകും, ഫുൾ സാധനങ്ങൾ എടുത്തിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പം ബെഡൊന്നും ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഇതിലേതൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. കാര്യമായിട്ടുള്ള ഒന്നുമില്ലല്ലോ, സാവാത്ത സാധനങ്ങളൊന്നും ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ ഇത്ര അടുത്തായതുകൊണ്ടാണ് ഞാൻ ഒരുവിധ സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചത്, വന്നിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.